ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായിട്ടാണ്. കാരണം ഈ വേക്കൻസീസ് ഒക്കെ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിലാണ്. ഇന്ത്യൻ റെയിൽവേസിൽ ഇപ്പോൾ ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. 9144 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഈ ടെക്നീഷ്യൻ ഒഴിവ് എന്ന് പറയുമ്പോൾ ITI, ഡിപ്ലോമ, ബിടെക്, അതേപോലെ വിവിധ BSc ഫിസിക്സ് യോഗ്യതയുള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേക്കൻസി ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം RRBക്ക് കീഴിൽ വേക്കൻസീസ് ഉണ്ട്, RRB ചെന്നൈക്ക് കീഴിൽ വേക്കൻസി ഉണ്ട്. അങ്ങനെ ത്രൂ ഔട്ട് ഇന്ത്യ വിവിധ RRBകളിലായിട്ടാണ് ഈ 9144 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ സ്ഥിര നിയമനമാണ്. സോ ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ഇതിന്റെ സാലറി സ്കെയിൽ എന്താണ് ചോദിക്കുന്നത്, അവർ ഓരോ പോസ്റ്റിനും ചോദിക്കുന്ന യോഗ്യതകൾ എന്താണ്. ടെക്നീഷ്യൻ എന്ന് പറയുമ്പോഴും കോമൺ ആയിട്ട് പറയുമ്പോഴും ഈ ടെക്നീഷ്യനിൽ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. സിഗ്നൽസ് വരുന്നുണ്ട്, ഇലക്ട്രിക്കലിൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെ ട്രേഡിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ അപേക്ഷ ക്ഷണിക്കുന്നത്. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 2/2024 ഈ അപേക്ഷ ക്ഷണിക്കുന്നത്. ഇതിന്റെ ഒരു റിക്രൂട്ട്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ്. ഇതിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത് 9/3/2024 തൊട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 8/4/2024 ആണ്. നമുക്കറിയാം, റെയിൽവേ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അത്യാവശ്യം നല്ല ആപ്ലിക്കൻസിന്റെ എണ്ണം വളരെ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റിലേക്ക് വെക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിന്റെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ 2 ട്രേഡിലായിട്ടാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഒന്ന് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിലായിട്ട് 1092 ഒഴിവുകളും, അടുത്തത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റിലായിട്ട് 8052 ഒഴിവുകളുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് ആകെ മൊത്തം 9144 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ലെവൽ 5 സ്കെയിലിൽ വരുന്ന ഒരു ജോലിയാണ്. ഇതിന്റെ ഇനീഷ്യൽ പേ ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനീഷ്യൽ പേ മാത്രമാണ് 29,200 വരുന്നത്. ഇതിന് അവർ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, B1 ആണ് പറയുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് അവർ പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സാണ്. ഇനി ഈ ഒരു ഏജിന് കൂടുതലുള്ള സംവരണ കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, കാരണം നിങ്ങൾക്ക് അവിടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3ലേക്ക് വരുമ്പോൾ ഇതിന്റെ ഇനീഷ്യൽ പേ 19,900, സെൻട്രൽ ഗവൺമെന്റ് ലെവൽ 2ലാണ് നിങ്ങളുടെ സാലറി സ്കെയിൽ വരുന്നത്. ഈ ഒരു പോസ്റ്റിന് ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുമാണ്. ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു പോസ്റ്റിനും ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് അവിടെ വരുന്നുണ്ട്. ഇനി ഇതിന്റെ ഏജ് റിലാക്സേഷന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ B1 ഞാൻ പറഞ്ഞു, അതായത് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല കാഴ്ച ശക്തി ഉണ്ടാവണം. അത് വിത്തൗട്ട് ഗ്ലാസസ് ആണെങ്കിലും ഓക്കെയാണ്. ബട്ട് ഡിസ്റ്റന്റ് വിഷൻ 6/9, 6/12, അത് വിത്ത് ആണെങ്കിലും വിത്തൗട്ട് ഗ്ലാസസ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീൽഡ് ഓഫ് വിഷൻ കറക്റ്റ് ഉണ്ടാവണം. അതാണ് മെയിൻലി ഒരു B1 ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ അവർ എടുത്ത് പറയുന്നത്. ഏജ് ലിമിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏജ് സംവരണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അതായത് സംവരണ വിഭാഗത്തിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയുമുള്ള ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. പിന്നെ റെയിൽവേ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ചെറിയൊരു അപേക്ഷ ഫീസ് അവർ വാങ്ങുന്നുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപേക്ഷ ഫീസ് ആയിട്ട് വരുന്നത് 500 രൂപയാണ്. അതിൽ 400 രൂപയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ട് ആവും. ബട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് എക്സാമിന് അപ്പിയർ ചെയ്താൽ, അതിന് പാസ്സാവണമെന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു 400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ റീഫണ്ട് ആവും. അതായത് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ബേസിക്കലി വരുന്ന ഒരു 100 രൂപ മാത്രമാണ്. നിങ്ങൾ ആ ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് അവർ ഒരു ടോട്ടൽ 500 ആപ്ലിക്കേഷൻ ഫീസ് വാങ്ങുന്നത്. ഇനി SC കാൻഡിഡേറ്റ്സ്, ST കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ വനിതകൾ, ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ്, മൈനോറിറ്റീസ്, അതേപോലെ EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷനിൽ വരുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ 250 രൂപ അപേക്ഷ ഫീസ് ഉണ്ട്. അത് നിങ്ങൾ ആദ്യം പേ ചെയ്യണം. ബട്ട്
വൺസ് നിങ്ങൾ ഒരു എക്സാമിന് അപ്പിയർ ചെയ്താൽ കംപ്ലീറ്റ് 250 രൂപയും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവും. ഇനി പലർക്കും സംശയം ഉണ്ടാവും എങ്ങനെയാണ് ഈ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ആവുക. കാരണം അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവർ ചോദിക്കുന്നുണ്ട്. കാരണം ആ ഒരു ബാങ്ക് ഡീറ്റെയിൽസിലായിരിക്കും ഈ പറയുന്ന നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടച്ച ഈ ഒരു എമൗണ്ട് റീഫണ്ട് ആയി വരുന്നത്. ഇനി ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു വിവിധ ട്രേഡുകളിലായിട്ടാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. നമുക്ക് ആ വേക്കൻസീസും അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് നോക്കി വരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പോസ്റ്റ് വൈസ് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആണ്. ഇത് ബേസിക്കലി ഒരു ലെവൽ 5 വരുന്ന ഒരു ജോലിയാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ് വരുന്നത്. സാലറി സ്കെയിലും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലുള്ള ഒരു പോസ്റ്റാണ് ഈ ടെക്നീഷ്യൻ ഗ്രേഡ് 1 എന്നുള്ളത്. ഇതിന് അവർ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. അത് സയൻസിലോ അതായത് ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് BSc അത് ഫിസിക്സിലോ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ ഇൻസ്ട്രുമെന്റേഷനിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ BSc ഇൻ എ കോമ്പിനേഷൻ ഓഫ് എനി ഓഫ് ദ അബവ് സ്ട്രീംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഫിസിക്സിലോ ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ IT-ലോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു പോസ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഡിപ്ലോമയാണ്, അത് എഞ്ചിനീയറിംഗിലാണ്, ഈ പറഞ്ഞ ട്രേഡിലാണ് നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ളതെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല ഡിഗ്രി ഉണ്ട്, ഈ ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്, അതായത് BTech BA ഒക്കെ ഈ പറഞ്ഞ മേഖലകളിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിന്റെ ഒരു ക്വാളിഫിക്കേഷൻ പറയാനുള്ളത്. ഇനി അടുത്തത് വിവിധ പോസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 തന്നെ വിവിധ പോസ്റ്റുകൾ വരുന്നുണ്ട്. ബ്ലാക്ക് സ്മിത്ത് വരുന്നുണ്ട്, ബ്രിഡ്ജ് വരുന്നുണ്ട്, കാരിയേജ് ആൻഡ് വാഗൺ ഉണ്ട്, ക്രെയിൻ ഡ്രൈവർ ഉണ്ട്, ഡീസൽ ഇലക്ട്രിക്കലിൽ വരുന്നുണ്ട്, ഡീസൽ മെക്കാനിക്കലിൽ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കലിൽ തന്നെ TRS വരുന്നുണ്ട്, EMU, ഫിറ്റർ, പെർമനന്റ് വേ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അതേപോലെ റിവറ്റർ, അതേപോലെ ട്രാക്ക് മെഷീൻ, ടേണർ, വെൽഡർ, അങ്ങനെ വിവിധ ട്രേഡ് ഈ ഒരു ടെക്നീഷ്യൻ ഗ്രേഡ് 3 തന്നെ വരുന്നുണ്ട്. സോ ITI ഒക്കെ, അതായത് ഈ ഒരു പോസ്റ്റുകളിലൊക്കെ ഞാൻ ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് 3 പോസ്റ്റുകളിലൊക്കെ കോമൺ ആയിട്ട് അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മെട്രിക്കുലേഷൻ SSLC പ്ലസ് ITI ആണ്. ITI നിങ്ങൾ ഏത് ട്രേഡാണോ കംപ്ലീറ്റ് ചെയ്തത് അത് നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഫിറ്ററിന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC പ്ലസ് ITI ആണ് പറയുന്നത്. ITI ഏത് ട്രേഡിലാണെന്ന് വെച്ചാൽ ITI ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് NCVT അതോ SVT ഇൻ ദ ട്രേഡ് ഓഫ് ഫിറ്റർ, അതായത് ഈ ഒരു ഫിറ്റർ ട്രേഡിൽ നിങ്ങൾ ITI കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മറ്റു പോസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് എയർ മെക്കാനിക് നോക്കുകയാണെങ്കിൽ അത് SSLC പ്ലസ് ITI ഇൻ ദ ട്രേഡ് ഓഫ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്, അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക് ഒക്കെ കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പറയുന്നില്ല, കാരണം വിവിധ ട്രേഡിലായിട്ട് ഈ വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് ട്രേഡാണോ കംപ്ലീറ്റ് ചെയ്തത്, നിങ്ങൾ ITIയിൽ ഏത് ട്രേഡാണോ കംപ്ലീറ്റ് ചെയ്തത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. കോമൺ ആയിട്ട് ITI കഴിഞ്ഞ എല്ലാ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. സോ ഒരിക്കലും വിട്ട് കളയരുത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. സോ എങ്ങനെയാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് RRBയുടെ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് ഈ ഒരു ക്ലിക്ക് ഹിയർ വ്യൂ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ ഈ ഒരു എൻ്റയർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇനി അത് ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയിൽ തന്നെ ഉണ്ട്, ജസ്റ്റ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോണിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ജസ്റ്റ് അത് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എക്സാംസിൻ്റെ സ്റ്റേജസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് അവർ മെയിൻലി ഒരു എക്സാമിന് വരിക മുതലായ കാര്യങ്ങളൊന്നും മാത്രം അതും കൂടി നമുക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നോക്കി നോക്കാം. ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ മെയിൻലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. സോ 3 സ്റ്റേജ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു റിക്രൂട്ട്മെന്റ് വരുന്നത്. ആദ്യം തന്നെ നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിന്റെ എക്സാം പാറ്റേൺ നോക്കാം. 90 മിനിറ്റിന്റെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, 90 മിനിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. 100 ചോദ്യങ്ങളാണ് മൊത്തം ഉണ്ടാവുക, അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്.
അതിൽ ചോദ്യങ്ങൾ പല സെക്ഷനിൽ നിന്നായിരിക്കും വരിക. ജനറൽ അവയർനെസ്സിൽ നിന്ന് 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിൽ നിന്ന് 15 ചോദ്യം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, അതായത് ഓൺലൈൻ ടെസ്റ്റ് ആണ്, ശ്രദ്ധിക്കുക. അതേപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻസിൽ നിന്ന് 20 ചോദ്യം ഉണ്ടാവും. മാത്സിൽ നിന്ന് 20 ചോദ്യം ഉണ്ടാവും. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിന്ന് 35 ചോദ്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആകെ മൊത്തം 100 ചോദ്യങ്ങൾ 100 മാർക്കിനാണ് ഉണ്ടാവുക. ഇനി ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസും അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, GK-യിൽ നിന്ന് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യം വരിക, റീസണിങ്ങിൽ നിന്ന് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ചോദ്യം വരിക, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷനിൽ അവർ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്, ഇൻപുട്ട് ആൻഡ് IO ഡിവൈസസ്, ലിനക്സോ വിവിധ OSനെ പറ്റി ചോദിക്കും. അതുപോലെ മാത്സിൽ നിന്ന് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ഓംസ് ലോ മുതലായ ബേസിക് എഞ്ചിനീയറിംഗ് കോമ്പണൻസിന്റെ തിയറംസ് കാര്യങ്ങളൊക്കെയാണ് വരിക. സോ അതിന്റെ ഡീറ്റെയിൽ സിലബസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ആ ഒരു കാര്യം ക്രോസ് ചെക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. അടുത്ത ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ 90 മിനിറ്റ്സിന്റെ എക്സാം ആയിരിക്കും. ഓൺലൈൻ ടെസ്റ്റ് ആണ് ഉണ്ടാവുക. 100 മാർക്കിനാണ് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് അതിനും വരുന്നുണ്ട്. അതിന് ചോദ്യങ്ങൾ വരുന്നത് കോമൺ ഇത് ഏരിയയിൽ നിന്നാണ്. മാത്സിൽ നിന്ന് 25 ചോദ്യങ്ങൾ, റീസണിങ്ങിൽ നിന്ന് 25 ചോദ്യങ്ങൾ, ജനറൽ സയൻസിൽ നിന്ന് 40 ചോദ്യം, ജനറൽ അവയർനെസ്സിൽ നിന്നുള്ള 40 ചോദ്യമാണ് ബേസിക്കലി ഈ ഒരു പോസ്റ്റിന് ടെക്നീഷ്യൻ ഗ്രേഡ് 3ക്ക് ഉണ്ടാവുക. സോ ഇത്രയുമാണ് അതിൻ്റെ ഒരു എക്സാം പാറ്റേൺ അവർ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയും ഡീറ്റെയിൽഡ് സിലബസ് കാര്യങ്ങളൊക്കെ അവർ ഒരു നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. കാരണം നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതേപോലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാണ്ട് അതിൻ്റെ ഫോർമാറ്റ് എത്രയാണോ സൈസ് വരുന്നത് കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് ട്രേഡിലാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ട്രേഡ്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു RRBയിലേക്ക് മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ ഏത് RRB ആണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. ഞാൻ പറഞ്ഞു വിവിധ RRBകളിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതിൽ നമുക്കിപ്പോൾ ജസ്റ്റ് നമ്മുടെ RRB ചെന്നൈയുടെ വേക്കൻസീസ് നോക്കാം. RRB ചെന്നൈയിൽ ഇപ്പോൾ ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ പോസ്റ്റിന് 48 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊക്കെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ലാണ്. അത് ബ്ലാക്ക് സ്മിത്തിൽ 20 ഒഴിവുണ്ട്. അതേപോലെ കാരിയേജ് ആൻഡ് വാഗനിലൊക്കെ 178 ഒഴിവുണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ 286 ഒഴിവുണ്ട്. അങ്ങനെ വിവിധ ട്രേഡിലായിട്ടാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ RRB ചെന്നൈയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ട്രേഡ്, ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് സെലക്ട് ചെയ്ത് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. സോ നമ്മുടെ RRB ചെന്നൈയിൽ അത്യാവശ്യം നല്ല വേക്കൻസീസ് വന്നിട്ടുണ്ട്. അറൗണ്ട് ഒരു RRB ചെന്നൈയിൽ ആകെ മൊത്തം ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ 833 ഒഴിവുകൾ RRB ചെന്നൈയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തിരുവനന്തപുരം RRB നോക്കുക. നമുക്ക് RRB TVM വരുന്നുണ്ട്. തിരുവനന്തപുരം RRBയിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. RRB തിരുവനന്തപുരത്ത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലിൽ 30 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് സിഗ്നൽസിൽ 39 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ 90 ഒഴിവുകളൊക്കെ നമ്മുടെ RRB തിരുവനന്തപുരത്തിന് കീഴിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആകെ മൊത്തം ടെക്നീഷ്യൻ ഗ്രേഡ് 3 278 ഒഴിവുകൾ നമ്മുടെ തിരുവനന്തപുരത്തെ ടെക്നീഷ്യൻ ഗ്രേഡ് 3ൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം 278 ഒഴിവുകൾ നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് RRBയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു RRB സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേസിലാണ് ഈ ഒരു അവസരം വരുന്നത്. റെയിൽവേസിലെ അടുത്ത കാലങ്ങളിലായിട്ട് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം പ്രത്യേകിച്ച് ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ ഇതുപോലുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് മിസ്സാവാതെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.